ഞാൻ 4 മാസമായി ഒരു റൂം ഇവിടെ ഈ ഏരിയയിൽ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും നാളും PG-യിലാണ് നിന്നോണ്ടിരുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ജിമ്മിൽ പോകുന്നതും എല്ലാം ആകെ കുളവിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ആകെ ഒരു ഡിപ്രസ് മൂഡ് കൊള്ളുന്ന അവസ്ഥയിലായിരുന്നു. കാരണം എനിക്ക് ഈ സറൗണ്ടിങ്ങിൽ തന്നെ ഇത് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇവിടെ തന്നെ കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിരുന്നു. അവസാനം ഈ ഒരു റൂം കിട്ടി. വലിയൊരു റൂമൊന്നല്ല, 1 BHK അല്ല, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ 1 RK എന്ന് പറയില്ലേ. പക്ഷേ ഹോൾ ഇത് കുറച്ച് സ്പേഷ്യസ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ഒരു കിച്ചണ്, ഇവിടെ ഒരു വാഷ്റൂം. അങ്ങനെ അവസാനം ഞാൻ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ആയിട്ടില്ല. ഇപ്പൊ സത്യം പറഞ്ഞ ഞാനും ദേ ഈ ഒരു കുപ്പി ഫോണും മാത്രമേ ഇവിടെ ഉള്ളൂ. PG-യില് എനിക്ക് ശരിക്കും 2 ദിവസം കൂടി ടൈം ഉണ്ട് ഷിഫ്റ്റ് ആവാൻ. പക്ഷെ നോട്ടീസ് പീരീഡ് കൊടുക്കാത്തതുകൊണ്ട് അതാകെ കുളവിട്ടിരിക്കുക. ഡെപ്പോസിറ്റ് സീനില്ല, പക്ഷെ അടുത്ത മാസത്തെ രണ്ടും കൂടി കൊടുക്കാൻ അവന്മാര് പറയുന്നുണ്ട്. അറിയില്ല എന്താവും. സോ നാളെ ഞാൻ കംപ്ലീറ്റ് ഷിഫ്റ്റ് ആവാം. പക്ഷെ ഇവിടെ വേറെ ഒന്നുമില്ല, എല്ലാം ഇനി സ്ക്രാച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. കബോർഡ് ഇല്ല, സോഫ ഇല്ല, ബെഡ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാനതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ റെന്റിന് എടുക്കാവുന്നേ ഉള്ളൂ, സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് ഇനി എങ്ങോട്ടാണ്, ഞാൻ എപ്പോഴാണ് പോവാന്ന് അറിയില്ല. അപ്പൊ ഇനി എല്ലാം കൂടി ചുമന്നുകൊണ്ട് പോകണം. സോ റെന്റിന് എടുക്കുവാണ്. പക്ഷെ നമ്മള് PG-യിൽ നിൽക്കുമ്പോൾ ഉള്ള പോലെയല്ല. ഫുഡിന്റെയും അതേപോലെ വാഷിങ്ങിന്റെയും വാട്ടറിന്റെയും വേസ്റ്റിന്റെയും ഒന്നും കാര്യം നമ്മൾ അറിയണ്ടായിരുന്നു. പക്ഷേ ഫുഡ് 2 നേരം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ കൂടുതൽ സമയം പുറത്തുനിന്ന് ഓർഡർ ചെയ്താൽ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു ഇൻഡക്ഷൻ കുക്കറും ഒരു ചെറിയൊരു കണ്ടെയ്നറും പിന്നെ ഒരു കുക്കറും മാത്രം മേടിച്ചപ്പോഴത്തേക്കും കുറെ പൈസ ഇറങ്ങി. ഇതൊക്കെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പെടും എങ്കിലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനങ്ങനെ കൗണ്ട് ചെയ്ത് വരുമ്പോ എന്റെ കയ്യിൽ സത്യം പറഞ്ഞ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞാൽ ആകെ 2 ടീഷർട്ടും പിന്നെ 2 ഷർട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി എല്ലാം ആദ്യമേ നിന്ന് മേടിച്ചു തുടങ്ങണം. ഗ്യാസ് സ്റ്റവ് ഇല്ല, സിലിണ്ടർ ഇല്ല. സിലിണ്ടറുമാരി യുദ്ധമെല്ലാം ആയതുകൊണ്ട് തരുമെന്ന് തോന്നണില്ല. പക്ഷെ ചെറിയ സിലിണ്ടർ ഉണ്ട്, ചെറുത്. എനിക്കൊന്നു അതെങ്കിലും വേണം. കുക്കില്ല, ഞാൻ തന്നെ കുക്ക് ചെയ്യാൻ നിന്നാൽ പണിയാവും. സോ എല്ലാം സീറോ ആണ്. പക്ഷെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഞാനിവിടെ വന്നപ്പോ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത്, ഈ ബിൽഡിങ്ങിന്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ 2 പ്രാവുകള് അവരുടെ കൂട് കൂട്ടിയിട്ട് മുട്ടയെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ഇങ്ങനെ എന്തെങ്കിലും എപ്പോഴും ഉണ്ടാവും. അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. എനിക്ക് ഇവിടെ നിന്ന് ശരിക്കും കാണാൻ പറ്റും. ഞാൻ വീഡിയോയില് റെക്കോർഡ് ചെയ്യാം. ഇനി ഞാൻ ആ വിൻഡോ അവര് ചിക്ക് കുറച്ചും കൂടി വലുതാവേണ്ട തുറക്കണില്ല. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തുറന്നതാണ്. പക്ഷെ അവരങ്ങനെ അത് മൈൻഡ് ചെയ്തായിട്ട് തോന്നുന്നില്ല. പ്രാവിന്റെ കാര്യം അറിയാലോ, അവരങ്ങനെ വലിയ ആഡംബരങ്ങൾ ഉണ്ടാക്കുന്നില്ല. കാരണം അവരെപ്പോഴും ഒരു ഫ്ലാറ്റ് സർഫസിലായിരിക്കും കൂട് ഉണ്ടാക്കുക, ഈ എഡ്ജസിലും ഒക്കെ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ വലിയൊരു കൂടിന്റെ ആവശ്യമില്ല. ഞാൻ ഈ ഏരിയയിൽ തന്നെ റൂം നോക്കാൻ കാരണം എനിക്ക് ആഴ്ചയിൽ 1 ദിവസം മാത്രം ഓഫീസിൽ പോയാൽ മതി. ഓഫീസ് അടുത്തല്ല, എന്നാലും ആഴ്ചയിൽ 1 ദിവസം മാത്രം പോയാൽ മതി. പിന്നെ ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പാർക്കുകളും മരങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി സെന്ററും അങ്ങനെയുള്ള കാര്യങ്ങളും. അധികം വണ്ടികളൊന്നും ഈ ഏരിയയിലേക്ക് വരൂല. കാരണം ഇങ്ങോട്ട് ആർക്കും വരേണ്ട ആവശ്യമില്ല, മെയിൻ റോഡൊക്കെ അപ്പുറത്തെ സൈഡാണ്. അപ്പൊ ഈ ഏരിയയിൽ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് മാത്രമാണ് ഇങ്ങോട്ട് വരേണ്ടതായിട്ടുള്ളൂ. പിന്നെ കൂടുതലും ഹൗസിംഗ് ഏരിയയാണ്. ഇങ്ങനെ PG-യോ അതേപോലെ ഹോസ്റ്റലോ കമ്പനീസോ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് വർഷങ്ങളായിട്ട്. അതുകൊണ്ടും കൂടിയാണ് നമുക്ക് ബാച്ചിലേഴ്സിന് ഇവിടെ റൂം കിട്ടാൻ കുറച്ച് ടഫ്. കാരണം എല്ലാ റൂമും ഏതെങ്കിലും ഒരു ഫാമിലിയുടെ
വീടിന്റെ സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ ആയിരിക്കും. അപ്പൊ നല്ല റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതെനിക്ക് ലക്കിന് കിട്ടിയതാ, കാരണം ഓണറൊന്നും ഇവിടെ അല്ല താമസിക്കണം. പിന്നെ അവർക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളുമില്ല. റെന്റ് മാത്രം കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയയിൽ നിന്ന് അങ്ങനെ അധികം പോവാൻ മടിച്ചത്. അല്ലെങ്കിൽ പെട്ടെന്ന് റൂം കിട്ടിയേനെ. 3-4 മാസമൊന്നും ആർക്കും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല റൂം കിട്ടാൻ. ഞാൻ തിരിച്ചെന്റെ പി ജിയിലെത്തി. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന റൂം. ബെഡും ടിവിയും കബോർഡും വാഷ്റൂമും. ഇത് ചെറിയൊരു സ്പേസ് ആണ്, പക്ഷെ കഴിഞ്ഞ 2 മാസം ഞാൻ നിന്നതും ഉറങ്ങിയതും കുടിച്ചതും ഒളിച്ചതും എല്ലാം ഇവിടെയാണ്. അതുപോലെ ഇത് റൺ ചെയ്യുന്ന ഫാമിലി ഉണ്ട്. അവര് നല്ല നല്ല ആൾക്കാരാണ്. പക്ഷെ നാളെ ഇവിടുന്ന് മൂവ് ചെയ്യണം. ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ടേബിളും അതേപോലെ ഇരിക്കുന്ന ചെയറും ലാപ്ടോപ്പും മോണിറ്ററും പിന്നെ ഈ ആപ്പ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ കുറച്ച് ഡ്രസ്സും, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയ ആഡംബര പരിപാടിയൊന്നുമല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ നേരത്തെ കുറെ വീഡിയോസിലൊക്കെ റൂമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ അവസാനം ഒരു റൂം സെറ്റായി. അതിന് നല്ല ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു റൂം വേണം. സ്വന്തം ഇൻ ദ സെൻസ് റെന്റഡ് ആണെങ്കിലും വേണം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. സോ നാളെ മൂവ് ഔട്ട് ചെയ്യണം. താങ്ക് യു.